ഹലോ. ആ, ആളാരാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ സ്വപ്നം കാണുകയായിരുന്നു. സ്വീറ്റ് ഡ്രീംസ്. രാവിലെ എഴുന്നേറ്റിട്ട് എന്റെ ഹാങ് ഓവർ മാറിയിട്ടില്ല. ആ, എന്താ ഒന്നും മിണ്ടാത്തത്? അല്ലെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫോണിലൂടെ പറയാനേ കൊള്ളത്തില്ല. വൃത്തികേട്. ഞാൻ അങ്ങോട്ട് വന്ന് സ്വകാര്യമായി പറയാം. അജിത്, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. എന്റെ ജീവിതം തകർക്കരുത്. അയ്യോ, ജീവിതം തകരാതിരിക്കാനുള്ള മാർഗമല്ലേ ഞാൻ പറഞ്ഞു തരുന്നത്. ഇപ്പൊ മേഴ്സിക്ക് പറ്റില്ലെന്ന് പറഞ്ഞു വെച്ചു. പിന്നെ എനിക്ക് ജോലിയാവും. ആ നെഗറ്റീവ് എല്ലാം എടുത്ത് പ്രിന്റ് ഇടണം, രവിവർമ്മയെ കാണിക്കണം. അതൊക്കെ വലിയ മെനക്കെട. അജിത് പ്ലീസ്. ആ, അതാ ഞാൻ പറഞ്ഞത്. ഒന്നുകിൽ ഞാൻ അങ്ങോട്ട് വരാം, അല്ലെങ്കിൽ താൻ ഇങ്ങോട്ട് വാ. ഞാന് ഹോട്ടൽ ഷാ ഇന്റർനാഷണൽ 13-ാം നമ്പർ മുറിയിലുണ്ടാവും. ഓക്കെ? ഇതാര്? മേഴ്സിയോ? വാ വാ വാ. സത്യം പറയാമല്ലോ, മേഴ്സി വരുമെന്ന് ഞാൻ ഓർത്തില്ല. ഇതെന്താ? ഇതൊരുപാട് കാശുണ്ടല്ലോ. എനിക്ക് തരാൻ കൊണ്ടുവന്നതായിരിക്കും. ഞാൻ ചോദിച്ചില്ലെങ്കിലും മേഴ്സി എന്റെ ബുദ്ധിമുട്ടറിഞ്ഞ് കൊണ്ടു തന്നല്ലോ. താങ്ക്സ്. വന്ന കാലം നിൽക്കാതെ ഇരിക്കും മേഴ്സി. നേറ്റീവ് തരൂ, എനിക്ക് പോണം. അപ്പൊ ഞാൻ ചോദിച്ച കാര്യം? അത് സാധിക്കുമെന്ന് നീ ഒരിക്കലും കരുതണ്ട. ഞാനിന്നൊരു ഭാര്യയാണ്, അല്ലെങ്കിൽ തന്നെ നിന്നെ പോലെ. അയ്യോ, കഠിനമായ വാക്കുകളൊന്നും പ്രയോഗിക്കല്ലേ. തിരിച്ചെടുക്കാൻ പറ്റാതെ വരും. കാം ഡൗൺ ബേബി, കാം ഡൗൺ. മേഴ്സി, മേഴ്സി. എന്താ ആശാനെ ഹോട്ടലിന്റെ മുന്നിൽ നിന്നൊരു തിരുവാരക്കളി? ദാനോ? ഒരു പെൺകൊച്ച് ഈ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. കണ്ടിട്ട് മേഴ്സിയെ പോലെ ഇരിക്കുന്നു. വേറെ ആരെങ്കിലും ആയിരിക്കും. മേഴ്സിയോ? ഞാൻ ഉണ്ടായിരുന്നില്ല ഇത്രയും നേരം ഇവിടെ. അത് വേറെ വലുതായിരിക്കും. എടോ, കാണുന്ന പെമ്പിള്ളേരെല്ലാം സ്വന്തം ഭാര്യമാരെന്ന് തോന്നുന്നത് അത്ര നല്ല ശീലമൊന്നും അല്ല. പോടെ ഓടുന്നു. അല്ല, താനെന്താ ഇവിടെ ഒരു ചുറ്റിക്കളി? ശരി, കാണാം. ഓക്കെ. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. ശങ്കർലാലിന്റെ മുറിയതാ? ഡബിൾ സോൺ അല്ലേ? അതെ. സാറിന്റെ വൈഫ് ഇപ്പോഴും മോഡലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലേ? ഇല്ലല്ലോ. എന്താ? അല്ല, അജിത് സാറിന്റെ കൂടെ മുറി കണ്ടപ്പോ ഞാൻ ഓർത്ത് വല്ല ഫോട്ടോ എടുക്കാനും മറ്റു വന്നതാണെന്ന്. കേട്ടോ മഴസേ, ഇന്ന് ഹോട്ടൽ ഷായിൽ വെച്ച രസമുണ്ടായി. ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോ ഒരു പെൺകുച്ച് നടന്നു പോകുന്നു. കണ്ടാ തന്നെ പോലെ തന്നെ ഇരിക്കും. ആ നടപ്പ് പോലും ഉണ്ട്. ഞാൻ രാവിലെ പുറയുന്ന കൈവിട്ട് വിളിച്ചു. ദൈവാധീനം കൊണ്ട് ആ കൊച്ചു തിരിഞ്ഞു നോക്കിയില്ല. തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ എന്റെ മുഖത്തിന്റെ ഷേപ്പ് മാറിപ്പോയാൻ. അവസാനം റിസപ്ഷനിൽ ചെന്നപ്പോഴാണ് വിവരം അറിയുന്നത്. റിസപ്ഷനിസ്റ്റ് എന്നോടൊരു ചോദ്യം: സാറിന്റെ ഭാര്യ ഇപ്പോഴും മോഡലിംഗിന് പോകുന്നുണ്ടോ? നിന്നെ അവർ അജിത്തിന്റെ മുറി വെച്ച് കണ്ടത്രേ. അജിത്തിന്റെ പേര് പറഞ്ഞപ്പോഴാണ് പിന്നെ എനിക്ക് മനസ്സമാധാനമായത്. അവനേതെങ്കിലും ലോക്കൽ അലവലാതെ വളച്ചോണ്ട് വന്നതായിരിക്കും. കള്ളറാസ്കൽ. ഇനി താനമറ്റാണോ? ഓ, മുഖം കണ്ടില്ലേ? കിരിയാത്ത് കഷായം കുടിച്ച മാതിരി. ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ. എനിക്കെന്താ സുഖമില്ലേ? പനിയുണ്ടോ? എന്തോ നല്ല സുഖം തോന്നില്ല. ആ, നല്ല സുഖം തോന്നാത്തതിനാണ് അസുഖം എന്ന് പറയുന്നത്. എനിക്ക് ഇന്നലെ സംശയം ഉണ്ടായിരുന്നു. നാളെ നമുക്കൊന്ന് ഡോക്ടറെ കാണാം. ഉറങ്ങിക്കോ.
പള്ളി പറ്റിച്ചളഞ്ഞല്ലോ. എന്താ സുമേ? ചെലവപ്പോഴാ തമ്പുരാന്റെ വംശം അന്യം നിന്നു പോകാതിരിക്കാൻ ഒരു അനന്തരാവകാശി പിറക്കാൻ പോകുന്നു. വേണ്ട വേണ്ട, പ്രകടനമൊക്കെ വീട്ടിൽ ചെന്നിട്ട്. ഇതേ ആശുപത്രിയാ. ഹലോ, കുറെ പണം തന്നെ ഒതുക്കാമെന്ന് കരുതിയല്ലേ? അന്ന് വലിയ ശീലാവതിയെ പോലെ ഇറങ്ങി ഓടിയല്ലോ. നിനക്കറിയോ, ഒരു വാക്കന്ന് ഞാൻ രവിവർമ്മയോട് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് നീ വീട്ടിൽ കാണത്തില്ല. നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? പോകൂ, പോകാൻ. അജിത്, പ്ലീസ്. രവിയേട്ടൻ ഇപ്പൊ വരും. നിങ്ങൾ എന്റെ ജീവിതം തകർക്കരുത്. പണം എത്ര വേണമെങ്കിലും ഞാൻ തരാം. ദയവേത് നിങ്ങൾ ഇവിടുന്ന് പോകൂ. എനിക്ക് വേണ്ടത് എന്താണെന്ന് ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞു. ഒന്നല്ല, പല പ്രാവശ്യം. I want you. ഹലോ, ഇതാര്? ഒന്ന് ഫോൺ ചെയ്തിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. ഹണിമൂൺ രാത്രി ഒന്നും വേസ്റ്റ് ചെയ്യരുത് കേട്ടോ. ഇരിക്കാം. എന്ത് പറ്റി? ഓ, പ്രണയകലഹമായിരിക്കും ആശാന്റെ പ്രോബ്ലം. അത് സോൾവ് ചെയ്യാനേ ഒരു പണിയുണ്ട്. താനും എന്റെ വീട്ടിൽ വന്നിരുന്നോ? ഞാനും ഇല്ല. ഇന്നത്തെ ദിവസം ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. തനിച്ചിരുന്ന 5 സിനിമ ഉണ്ട്. 6ാമത്തെ എന്റെ ക്ലൈമാക്സ് ആയപ്പോഴാണ് തന്റെ വരവ്. ഇതാ പിടി. നീ ഇന്ന് വീടിന് പുറത്തിറങ്ങിയിട്ടില്ല അല്ലേ? ഞാനില്ലാത്തപ്പോ എന്റെ വീട്ടിൽ നിൽക്കേണ്ട കാര്യം? അതെ, നിന്റെ ഭാര്യ മേഴ്സിയില്ലേ, അവളോട് ചോദിക്കാം. ഞാൻ നിന്റെ വീട്ടിൽ വരുന്ന എന്തിനാണെന്ന് നിനക്കറിയണം അല്ലേ? നോക്കടാ നിന്റെ തമ്പുരാട്ടിയുടെ മഹത്വം. ഇതും പോരെങ്കിൽ പറ. നീ പറയുന്ന സ്ഥലത്ത് ഞാൻ അവ വരുത്താം. താന്നു നിനക്ക്. നിന്നെ ഞാൻ എല്ലാം പറയാൻ രവിയേട്ട. ഇനി നീ ഒന്നും പറയണ്ട. എല്ലാം ഞാൻ അറിഞ്ഞു. എനിക്ക് തൃപ്തിയായി. അറിഞ്ഞതൊന്നും സത്യമല്ല രവിയേട്ട. ഞാൻ രവിയേട്ടനെ വഞ്ചിച്ചിട്ടില്ല. മതി. ഞാനൊരു മൃഗമായി പോകുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് പോയിക്കോളൂ. രവിയേട്ട, നമ്മൾ തമ്മിലുള്ള ബന്ധം ഇന്ന് അവസാനിക്കുകയാണ്. ഈ രാത്രി തന്നെ. എവിടെ പോകണമെന്ന് വെച്ചാൽ പറഞ്ഞോളൂ, ഞാൻ തന്നെ കൊണ്ടുവിടാം. എന്നെ പറഞ്ഞേക്കരുത് രവിയേട്ട. ഈ കൈകൾ കൊണ്ട് വേണമെങ്കിൽ എന്നെ കൊന്നോളൂ. എന്നാലും നിന്നെ കൊല്ലണമെന്ന് കരുതി തന്നെയാണ് ഞാനിവിടെ വന്നത്. പക്ഷേ എനിക്കതിന് കഴിയുന്നില്ല. കാരണം ഈ ലോകത്ത് മറ്റെന്തിനേക്കാൾ വരുന്ന ഞാൻ സ്നേഹിച്ചു. മെർസി, പ്ലീസ്, എന്റെ നിയന്ത്രണം തെറ്റുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് പോകൂ. പ്ലീസ്, ഗെറ്റ് ലോസ്റ്റ്. കോടതിയിൽ ഞാൻ വീറോടെ കേസ് വാദിച്ചു.
പക്ഷേ വിവാഹമോചനം അനുവദിച്ചിരിക്കുന്നുവെന്ന് വിധിയുണ്ടായപ്പോൾ ഞാൻ ആകെ തളർന്നുപോയി. എന്റെ മേഴ്സിയെ എന്നേക്കുമായി എനിക്ക് നഷ്ടപ്പെടുമല്ലോ എന്നോർത്തപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. കണ്ണീരോടെ കോടതി വിട്ടിറങ്ങുന്ന മേഴ്സിയെ തിരിച്ചു വിളിക്കാൻ എന്റെ മനസ്സ് കൊതിച്ചതാണ്. എന്തോ അന്ന് എനിക്കതിന് കഴിഞ്ഞില്ല. ഞാൻ വിളിച്ചാൽ എന്റെ മേഴ്സി വരുമായിരുന്നു. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. അന്ന് രാത്രി കുറേയേറെ വൈകിയാണ് ഞാൻ വീട്ടിൽ വന്നത്. മേഴ്സിയുടെ ഫോട്ടോ കണ്ടത് മുതൽ ഒരിക്കൽ കൂടി അവളെ കാണണമെന്ന് എനിക്ക് തോന്നി. വിവാഹമോചനം കഴിഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് എങ്ങനെ ഞാൻ അവളുടെ വീട്ടിൽ പോകും? അപ്പോഴാണ് മേഴ്സിയുടെ ഒരു പെട്ടി അവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടത്. അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയെങ്കിലും എനിക്ക് മേഴ്സിയുടെ അടുത്ത് പോകാമല്ലോ. രവിയേട്ടനെ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതിയായ സ്ത്രീ ഞാനാണെന്ന് എനിക്ക് തോന്നുന്നു. ആ സ്നേഹം അതേ അളവിൽ മടക്കി കൊടുക്കുവാൻ സാധിക്കണേ എന്നാണ് എന്റെ പ്രാർത്ഥന. എത്ര പെട്ടെന്നാണ് എല്ലാം നടന്നത്. എന്റെ ജീവിതത്തിൽ ഏറ്റവും ശപിക്കപ്പെട്ട ഒരു ദിവസമാണ് അന്ന്. ഞാനും രവിയേട്ടനും തമ്മിലുള്ള വിവാഹത്തിന് ശേഷം അന്ന് അജിത് ആദ്യമായാണ് വീട്ടിൽ വരുന്നത്. അയാളുടെ കയ്യിൽ കുറെ ഫോട്ടോഗ്രാഫുകൾ ഉണ്ടായിരുന്നു. എന്റെ നഗ്ന ഫോട്ടോകൾ സ്റ്റുഡിയോയിലെ ഡ്രസ്സിംഗ് റൂമിൽ ഞാൻ അറിയാതെ എടുത്തതാണത്രേ. ആ ഫോട്ടോകൾ കാട്ടി അയാൾ എന്നെ ഭീഷണിപ്പെടുത്തുന്നു. രാത്രിയോടെ നീ ഒറ്റയ്ക്കിരിക്കേണ്ടി വരൂ. നാളെ മുതൽ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഇല്ല. പോയി കിടന്നോളൂ. നീ അതും ഇതും ഓർത്ത് മനസ്സ് വിഷമിക്കാതിരിക്കും. വിവാഹമോചനം കഴിഞ്ഞ എത്രയോ പേർ ഒന്നു ചേർന്നിരിക്കുന്നു. നിന്റെ നല്ല മനസ്സ് എന്നെങ്കിലും ഈശ്വരൻ കാണാതിരിക്കില്ല. പോട്ടെ, കഥ അടച്ച് കിടന്നോളൂ. അടുത്തു വരരുത്.